നിങ്ങളൊരു വീട്ടമ്മയാണോ? വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പേയ്മെന്റും കാര്യങ്ങളും നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം? അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കുമോ? മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമോ? ഇതൊക്കെയാണോ നിങ്ങളുടെ സംശയങ്ങൾ? നിങ്ങളുടെ ഒരുവിധം സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഹായ്, വെൽക്കം ടു മെയ്ഡ് ജോയ് ബൈ വിജി. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം, മെയിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ജാസ്മിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അത് എങ്ങനെ തുടങ്ങാം എന്നുള്ളത്, അതിനെക്കുറിച്ചൊരു ക്ലാസ് വേണമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരു പ്രൊഡക്റ്റിന് എങ്ങനെ റേറ്റ് കണക്കാക്കാം, സെല്ലിംഗ് റേറ്റ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളത്, സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണക്കാക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായി വീഡിയോ കാണുന്നവർ ആ വീഡിയോ കൂടി പോയി കാണുക. അവിടെയാണ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണുക. നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ ആദ്യം എന്താണ് വേണ്ടത്? ഒരുപാട് ക്യാഷ്. അതാണോ വേണ്ടത്? ഒരു ബിസിനസ് തുടങ്ങാൻ ആദ്യം നമുക്ക് ക്യാഷ് അല്ല ആവശ്യം. ക്യാഷ് കൊടുത്താലും കിട്ടാത്ത 2 ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കോൺഫിഡൻസ്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. അതായത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് ആണ് ആദ്യം നമ്മൾക്ക് വേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ്. കോൺഫിഡൻസ് ആരും നമുക്ക് കൊണ്ടുതരുന്നില്ല. നമ്മൾ സ്വയമായിട്ട് തന്നെ ഉണ്ടാക്കേണ്ട ഒന്നാണ് ഒരു കോൺഫിഡൻസ്. നമ്മളെക്കുറിച്ച് നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റുന്നതാണ്, അത് എനിക്ക് ചെയ്യാം. നമ്മൾ വീട്ടമ്മമാർ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. എന്നിട്ടാണ് ഇതുപോലെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് ക്ഷമ. ക്ഷമ ഇല്ലാതെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മൾ വീട്ടമ്മമാർ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്നവരാണല്ലോ മെയിനായിട്ട് ഒരു ബിസിനസ് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് വീട്ടമ്മമാർ എന്നുള്ളത്. അല്ലാതെ ആരും ഒന്നും വിചാരിക്കരുത്. നമ്മളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു 1000 രൂപ, 500 മാക്സിമം പോയാൽ ഒരു 1000 രൂപ നമുക്ക് ഇതിലോട്ട് ഇറക്കാൻ പറ്റും. അത്രേ വേണ്ടുള്ളൂ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ കൂടുതലായുള്ള ഒരു തുകയോ ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു 1000 രൂപ. ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പഞ്ച് കട്ടർ യൂസ് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ ഈ ഒരു 1000 രൂപയുടെ കാര്യം പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ വെച്ചിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ എന്തായാലും എടുക്കാനുണ്ടാവും. അങ്ങനെ ഇല്ലാത്ത ഒരു വീട്ടമ്മമാരും ഉണ്ടായിരിക്കില്ല. ആരും എൻ്റെ കയ്യിൽ ഒരു 5 പൈസ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെറുതായി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൂടുതൽ എമൗണ്ട് അതിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വെറും 350 രൂപയ്ക്കാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 350 രൂപയ്ക്ക് ഞാൻ ഫ്ലവർ കട്ടിങ് മേടിച്ചിട്ട്, ആ കട്ട് ചെയ്ത ഫ്ലവേഴ്സ് മേടിച്ചിട്ട് ആണ് ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഐവറി കളർ ഫോം ഷീറ്റാണ് വേണ്ടത്. ആ ഒരു ഫോം ഷീറ്റിന് ഇപ്പം ഞാൻ മേടിച്ച പ്രകാരം, അതായത് ഞാൻ മേടിക്കുന്ന ഈ ഒരു പ്രകാരമാണെങ്കിൽ, അതായത് 199 രൂപ ഒരു പാക്കറ്റിന്, ഒരു 200 രൂപ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഇനി ഒലിവ് ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ അതും മേടിക്കാം. ഐവറി കളർ ഫോം ഷീറ്റ് തന്നെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തതിൻ്റെ നമ്മുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്റ്റെം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റെമ്മിന് നമ്മൾ കളർ കൊടുത്താൽ മതി, ഗ്രീൻ കളർ കൊടുത്താലും മതി. അങ്ങനെ നമുക്ക് സ്റ്റെം ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇനി അല്ല നമ്മൾ ഒലിവ് ഗ്രീൻ മേടിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതൊരു 200 ഐവറി കളർ ഫോം ഷീറ്റ് ഒരു 200 രൂപ കണക്കാക്കാം. ഒലിവ് ഗ്രീനും 200, 400. പിന്നെ ഒരു B7000 പശ ഗ്ലൂ മേടിക്കാം. പിന്നെ ഒരു ത്രെഡും മേടിക്കാം. ഇനി ഇതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ചിലവരെടുത്ത് ഉള്ളതായിരിക്കും, നോർമലി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് എക്സ്ട്രാ അതിനായിട്ടൊരു എമൗണ്ടും വരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മെറ്റീരിയൽസ് ഇത്രയും നമ്മൾ കളക്ട് ചെയ്യും. മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തതും ഫസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു. എൻ്റെ സ്റ്റാറ്റസ് കണ്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും അങ്ങനെയാണ് എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പ്, അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്കെല്ലാം അത് കാണാൻ പറ്റുകയും അപ്പോൾ അവരതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളതിന് പറയുക, അപ്പോൾ നമ്മളത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച്, അതുപോലെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റ അക്കൗണ്ട്, ഫേസ്ബുക്ക്, ഇതുവഴിയെല്ലാം നമുക്ക് ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനായിട്ടുള്ള ഒരു നമ്പർ, അതായത് ഒരു ഫോൺ നമ്പർ, വേറൊരു സിം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അതിലൊരു വാട്സപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഈ നമ്പർ ആയിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നത്. ഈ നമ്പർ ആയിരിക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കൊടുക്കാതെ ഈ ഒരു നമ്പർ, അതായത് ബിസിനസ്സിനായിട്ട് തുടങ്ങാൻ വേണ്ടി എടുക്കുന്ന ഒരു നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എൻക്വയറീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ആയി പോകും, നമുക്ക് എപ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയും. അപ്പോൾ അതിനായിട്ട് ഒരു സിം എടുത്ത് അതിലൊരു വാട്സപ്പ് നമ്പർ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, ഒരു വാട്സപ്പ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഓർഡേഴ്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളടുത്ത് മസ്റ്റായിട്ടും വേണ്ട ഒന്നാണ് ഒരു ബുക്ക്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് നമുക്ക് മസ്റ്റായിട്ടും വേണം. നമുക്ക് കൺഫേം ആയ ഓർഡറുകൾ, അതായത് കൺഫേം ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് എമൗണ്ട് തരുമ്പോൾ മാത്രമാണ് നമ്മൾ ഓർഡർ കൺഫേം ആക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആ ഒരു
ഇത് സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാം അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. നമ്മൾ അത്രയും സമയം നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് GPay, അധികം ഗൂഗിൾ പേ തന്നെയാണ്, ഗൂഗിൾ പേ ചെയ്ത് ഇതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ കൺഫേം ആക്കുക. എന്നിട്ട് ആ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എമൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് GPay, ഫോൺപേ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് എമൗണ്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഒഴിവാക്കുന്നതാണ് ഏറ്റവും, നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് നടത്തുമ്പോൾ ഏറ്റവും നല്ലത് ക്യാഷ് ഓൺ ഡെലിവറി ഒഴിവാക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളവർ അല്ലെങ്കിൽ നമ്മളായിട്ട് അറിയുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ, അവർ അത് മേടിക്കും, അതായത് അത് മുടങ്ങി പോവില്ല എന്നുള്ളതിന് നമുക്ക് ഐറ്റം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ക്യാഷ് മേടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വേണ്ട. അതായത് ഐറ്റം കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ എമൗണ്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിലവർ വിചാരിക്കും അയ്യോ ഒരു ഓർഡർ വന്നതാണ്, ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, ആ ഒരു ഓർഡർ നഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കും. 80% 90% അങ്ങനെയല്ല. എന്നാൽ പോലും നമുക്ക് എന്താണ്, അഥവാ അധികം നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് അവരോട് തുറന്ന് പറയുക, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് തന്നെ പറയുക. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി മതി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, അവൈലബിൾ അല്ല എന്ന് തന്നെ പറയാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർ ആ ഐറ്റം വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അത് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട, നമുക്ക് വീണ്ടും നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കും, നമുക്ക് ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ പോസ്റ്റ് വഴിയാണല്ലോ അയക്കുക. പോസ്റ്റ് വഴി അയച്ചു കഴിഞ്ഞാൽ അവിടെ സാധനം എത്തി, അവർക്ക് ഐറ്റം എത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാഷ് തന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ആ എമൗണ്ട് നമുക്ക് കിട്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് ഓൺലൈൻ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട. ഒന്നില്ലെങ്കിൽ അവരോട് പറയുക GPay ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഏതാണെന്ന് വെച്ചാൽ സൗകര്യാർത്ഥം ചെയ്യുക. അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുക അവരോട് GPay ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ടും അയക്കണം. അത് നമ്മൾ പ്രത്യേകം പറയാം. സ്ക്രീൻഷോട്ട് അയക്കുക എന്ന് പറയുന്നതിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫേക്ക് ആയിട്ട് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സ്ക്രീൻഷോട്ട് അവർ ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ലേ, നമ്മുടെ GPayയിൽ ഒരു എമൗണ്ട് വന്നാൽ അപ്പോൾ മെസ്സേജ് വരും, ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അത് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അല്ലേ, നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും. ഇനി ചില ബാങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ മസ്റ്റായിട്ടും അത് ബാങ്കിൽ പോയിട്ട് ചെയ്യണം, നമുക്ക് മെസ്സേജും കാര്യങ്ങളും വരണം എന്നുള്ളത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ അവർ സ്ക്രീൻഷോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബാങ്കിൽ നിന്നും മെസ്സേജ് വരും, ബാങ്ക് മെസ്സേജ് വരും, ഇത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ GPayയിലും നമുക്ക് മെസ്സേജ് വരും. ഇത് രണ്ടും ഉറപ്പാക്കിയതിന് ശേഷം, സ്ക്രീൻഷോട്ടിനെ മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. ഫേക്കായിട്ട് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങൾ വിശ്വസിച്ച് ഇത് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ GPayയിൽ വരുന്ന, ഗൂഗിൾ പേയിൽ വരുന്ന മെസ്സേജ് ഉണ്ടല്ലോ, നമ്മൾ ക്രെഡിറ്റ് ആയാലും ഡെബിറ്റ് ആയാലും നമുക്ക് മെസ്സേജ് വരുന്നില്ലേ, അതെല്ലാം നമ്മൾ നോക്കുക. എന്നിട്ട് വേണം നമ്മളത് ആ ഒരു ഓർഡർ കൺഫേം ആക്കാൻ. ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. ചിലർ ഫേക്കായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ ഇതിലുള്ള ഒരു ചാൻസുകളാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത്, നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയാലും ഡെബിറ്റ് ആയാലും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ മെസ്സേജ് വരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ സ്ക്രീൻഷോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ക്യാഷ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരുമല്ലോ. അതേപോലെ തന്നെ GPayയിലും നമുക്ക് മെസ്സേജ് വരും. അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് നമ്മൾ മേടിക്കണം. അവരുടെ അഡ്രസ്സ് മേടിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് ഒന്നും കൂടാതെ ഉള്ള കറക്റ്റ് അഡ്രസ്സ് അയച്ചു തരാൻ പറയുക. പിൻകോഡൊക്കെ കറക്റ്റ് അയക്കണം. അതൊക്കെ അവരോട് പ്രത്യേകം പറയുക. നമ്മൾ അവരോട് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറയുക, അഡ്രസ്സ് എല്ലാം ഓക്കെ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറയുക. കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനായിട്ട് നമുക്കൊരു ബുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, ആ ബുക്കിൽ നമ്മൾ ഇവരുടെ ഈ അഡ്രസ്സ്, ഇപ്പോൾ ഒരു ഡേറ്റ് നമ്മൾ എഴുതി, ആ ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ ഓർഡേഴ്സ് വന്നു, അപ്പോൾ ഫസ്റ്റ് ഒരാളുടെ അഡ്രസ്സ് എഴുതി. നിങ്ങൾ ഈ അഡ്രസ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 2 ടൈപ്പിൽ ഫോൺ നമ്പർ അവിടെ നോട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു വ്യക്തി ഒരു വാട്സപ്പ് നമ്പർ ആയിരിക്കും, ആ വാട്സപ്പ് നമ്പറിൽ നിന്നായിരിക്കും നമുക്ക് മെസ്സേജ് അയക്കുന്നത്. ആ ഒരു വാട്സപ്പ് നമ്പറും ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്യണം, ആ ഒരു വാട്സപ്പ് നമ്പറും. പിന്നെ അവർ അഡ്രസ്സ് തരുമ്പോൾ വേറെ ഒരു ഫോൺ നമ്പർ ആയിരിക്കും തരിക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോൺ നമ്പർ ആയിരിക്കും തരിക. ആ ഒരു ഫോൺ നമ്പർ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ അഡ്രസ്സ് എഴുതുമ്പോൾ മെയിനായിട്ട് ചിലർ ആ അഡ്രസ്സ് തന്നേലെ ഫോൺ നമ്പർ മാത്രം നോട്ട് ചെയ്യും. ഇവർ ഈ വാട്സപ്പ് വഴി അയച്ച ആ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ പോവും. അങ്ങനെ ചെയ്യരുത്. അവരയച്ച ആ ഒരു വാട്സപ്പ് നമ്പറും നമ്മൾ അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ഇപ്പോൾ ഏത് വ്യക്തിയാണോ അയച്ചത് ആ വ്യക്തിക്ക് നേരെ ആ ഒരു നമ്പർ നോട്ട് ചെയ്യുക. അഡ്രസ്സിന് താഴെയായിട്ട് അഡ്രസ്സിൻ്റെ കൂടെ വെക്കേണ്ട ഫോൺ നമ്പറും നമ്മൾ നോട്ട് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണാണ്, നമുക്ക് പറയാൻ പറ്റില്ല ഇത് എന്താണ്, ചിലപ്പോൾ ഡാമേജ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫോണിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാട്സപ്പ് വഴിയാണല്ലോ നമുക്ക് കോൺടാക്ട് ചെയ്യുന്നത്, ആ ഒരു നമ്പർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ ഫോണിൽ മാത്രം നമ്മൾ സൂക്ഷിക്കാതെ അതിനായിട്ട് ഒരു ബുക്ക് നമ്മൾ കരുതി അതിൽ നമ്മൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നീറ്റായിട്ട് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായി എഴുതി പോകും. അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു കസ്റ്റമർ ഏതാണ് ഐറ്റം ഓർഡർ ചെയ്തത്, എത്ര എണ്ണം എന്നെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്നാണ് നമ്മൾ അത് അവർക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ട ഡേറ്റും നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ കസ്റ്റമർക്ക് പോസ്റ്റ് വഴിയാണോ DTDC വഴിയാണോ വേണ്ടത് എന്നെല്ലാം നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം ആ ബുക്കിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു കസ്റ്റമറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ്
ഡീറ്റെയിൽസ് അവർക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്നെല്ലാം നമുക്ക് അതിൽ കാണണം. അതുപോലെ തന്നെ നമ്മൾ ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ നമ്മൾ ഇത് അയച്ചു കഴിഞ്ഞാലും നമ്മൾ അതെല്ലാം ഈ ഒരു ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതേപോലെ കസ്റ്റമർക്ക് ഇത് ഡെലിവേർഡ് ആയി എന്നുണ്ടെങ്കിലും അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതെല്ലാം ഈ ഒരു ബുക്കിൽ പോകേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ തന്നെ ചില കസ്റ്റമേഴ്സിന് പല തെറ്റിദ്ധാരണകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പലവരുടെയും വിചാരം ഈ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾക്ക് എടുക്കാനുള്ളതാണ് എന്നാണ്. അങ്ങനെയല്ല, ആ ഷിപ്പിംഗ് ചാർജ് ഒരിക്കലും നമ്മൾക്ക് കിട്ടുന്നില്ലത്. അത് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ടത്, DTDC വഴിയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ടതായ ഒരു എമൗണ്ട് ആണ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നമ്മൾ മേടിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ഇതുപോലെ എമൗണ്ടും കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എല്ലാം സെറ്റാക്കി, ആൾ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നു. അപ്പോൾ GPay ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഇത്ര പ്ലസ് ഷിപ്പിംഗും കൂടി ടോട്ടൽ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയച്ചു. അപ്പോഴാണ് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഞാൻ ഇവിടെ വന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്താൽ പോരെ എന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് അവിടെ കൊടുക്കാനുള്ളതല്ല, അവർ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല. ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ഇത് കൊറിയർ ഇത് പാഴ്സൽ അയക്കുന്നത് അവിടെ കൊടുക്കുന്ന ആ സ്ഥാപനത്തിൽ കൊടുക്കുന്ന ചാർജാണ് ഷിപ്പിംഗ് ചാർജ്. അല്ലാതെ നമ്മൾക്ക് ഐറ്റം കിട്ടിക്കഴിഞ്ഞ് ആ ഷിപ്പിംഗ് ചാർജ് അവരുടെ അടുത്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടൊന്നും ഇല്ല. നമ്മൾ അയക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ചാർജാണ് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാന്യമായ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചില കസ്റ്റമേഴ്സ് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും ഈ ഡൗട്ട് ഇങ്ങനെ ചോദിച്ചതാകുമ്പോൾ. പക്ഷേ അതൊന്നും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കാണിക്കാനേ പാടില്ല. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും അവരോട് പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അവർക്ക് പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ എമൗണ്ട് തന്ന് ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഡൗട്ടുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു തരത്തിലും അവർക്ക് ഇറിറ്റേഷൻ ആവുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഓർഡർ ക്യാൻസൽ ആക്കാൻ തരത്തിൽ നമ്മൾ ഒരിക്കലും അവർക്ക് റിപ്ലൈ കൊടുക്കരുത്. നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കുക. അതുപോലെ നമ്മളുടെ ലൈഫിൽ പല മൊമെന്റ്സ് നമുക്കുണ്ടായിരിക്കും, പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അതൊന്നും ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയേ ചെയ്യരുത്. ലൈഫിലുള്ള കാര്യം അവിടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളും മറ്റും നമ്മൾ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരരുത്. അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിനോട് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ഐറ്റംസ് മേടിക്കുന്ന ആൾക്കാർക്കറിയാം, ഞാനത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ ചെയ്തു എന്നുള്ളത് അവരറിയിക്കും. അത് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്പാച്ച് ചെയ്തു എന്നുള്ളത് അറിയിക്കും. ഫീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ പോസ്റ്റ് ഓഫീസിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും, ഇങ്ങനെ പോസ്റ്റ് എത്തിയിട്ടുണ്ട്, ഡെലിവേർഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവരോട് പറയണം. ചിലവർ നമ്മൾ പറയാതെ തന്നെ നമ്മളേക്ക് റിപ്ലൈ തരും കേട്ടോ. അതായത് ഡെലിവറി ചെയ്തു, റിസീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവരോട് ഐറ്റം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യണമെന്നുള്ളത്. കാരണം നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ അവരുടെ കയ്യിൽ എത്തി എന്നുള്ളത്. അവരവിടെ കൊടുത്താലും നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മെസ്സേജ് വരും, സക്സസ്ഫുള്ളി ഡെലിവേർഡ് ആയി എന്ന് പറഞ്ഞിട്ട്. എന്നാലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ അതൊന്ന് ഉറപ്പ് വരുത്തുക. DTDC വഴിയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അവിടെ ഡെലിവേർഡ് ആയോ ഇല്ലേ എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു ദിവസം ഇട്ടു, നിങ്ങൾക്ക് ഒരു എൻക്വയറീസ് വന്നില്ല, അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല. നിങ്ങളതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അതങ്ങ് ഇട്ട് വെറുപ്പിക്കുക, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇട്ടങ്ങ് വെറുപ്പിക്കുക. ആൾക്കാർ കണ്ട് അതങ്ങ് പിന്നീട് നിങ്ങൾക്ക് എൻക്വയറീസ് വരും. നിങ്ങൾക്ക് ഒരു എൻക്വയറി വന്നാലും നിങ്ങളുടെ ഒരു വിജയമായിട്ട് നിങ്ങളത് കണക്കാക്കണം. അവർ മേടിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് എല്ലാം കണ്ട് ഒരു എൻക്വയറി വന്നാലും നിങ്ങളുടെ ഒരു വിജയമാണത്. പിന്നെ പതിയെ അതിങ്ങനെ ഗ്രോത്ത് ആയിട്ട് പോകും. ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ബിസിനസ്സിന് എപ്പോഴും ഡൗൺ ആയിരിക്കില്ല. സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് കഴിയുന്ന ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ഒരു അനക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് നിർത്തിപ്പോകരുത്. ഇത് എന്നല്ല, ഒരു ബിസിനസ് നിർത്തിപ്പോകരുത്. നിങ്ങൾ വീണ്ടും അതിനായിട്ട് ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക. അങ്ങനെ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര, അതായത് എങ്ങനെ തുടങ്ങണോ വേണോ വേണ്ടേ, വിജയിക്കുമോ, അതിൻ്റെ ആൾക്കാർ കളിയാക്കുമോ എന്നൊന്നും വിചാരിക്കേണ്ട. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഒന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ചെയ്യാം. ഒരാഴ്ച മാക്സിമം നിങ്ങൾ ചിന്തിക്കാൻ ഒരു സമയമെടുത്തോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് തുടങ്ങിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ ചിന്തിക്കൽ മാത്രമേ നടക്കുള്ളൂ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകും, ഒന്നും നിങ്ങൾ തുടങ്ങില്ല, ഒന്നും നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റിലൂടെ പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. ഇങ്ങനെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യുന്നൊന്നും ആരുമില്ല. വീഡിയോ ഇഷ്ടമാവാനായിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ജാസ്മിനും അതുപോലെ തന്നെ പിച്ചി ഫ്ലവർ, കനകാമ്പരി, ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ ലാഗായി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.